കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്കേവർക്കും വിനീതമായ വന്ദനം. കർത്താവിൻ്റെ വചനവുമായി നമുക്ക് ഒരുമിച്ച് കൂടുവാൻ വീണ്ടും ഇത്ര മനോഹരമായൊരു പ്രഭാതം ദൈവം ദാനമായി തന്നതിനാൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിലെ ഭക്തനായ ദാവീദ് ഇങ്ങനെ പറയുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എൻ്റെ നിരൂപണമൊക്കെ നീ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നു, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. അതേ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇരിക്കുന്നതും നമ്മൾ എഴുന്നേൽക്കുന്നതും കിടക്കുന്നതും ഉറങ്ങുന്നതും ഉറങ്ങാത്തതും എല്ലാം അറിയുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിൻ്റെ സന്നിധാനത്തിൽ അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ ദൈവം നമ്മെ ഇന്ന് കൂട്ടി വരുത്തിയിരിക്കുകയാണ്. തിരക്കുകളുള്ള ഈ ജീവിതത്തിൽ നിന്ന് അല്പനേരം ശാന്തമായിരുന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എത്രയോ അനുഗ്രഹമാണ്. നമ്മൾ ആയുസ് മുഴുവനും കഷ്ടപ്പെട്ട് ഓടിയിട്ട് ഒടുവിൽ ജീവിതത്തിൽ നേടേണ്ടത് പലതും നേടിയില്ലല്ലോ എന്നറിയുമ്പോൾ നമുക്ക് വലിയ നിരാശയുണ്ടാവും. ആയുസ് മുഴുവനും കഷ്ടപ്പെട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പണം സമ്പാദിച്ചൊരു മനുഷ്യൻ കുഞ്ഞുങ്ങളാൽ വെറുക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പൊട്ടിക്കരയുന്നത് ഞാൻ കണ്ടു. അദ്ദേഹത്തിൻ്റെ ആയുസ് മുഴുവനും മക്കൾക്ക് വേണ്ടി അയാൾ അധ്വാനിച്ചു. എന്നാൽ മക്കൾ അദ്ദേഹത്തെ അവഗണിച്ചത് അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റിയില്ല. ഇനിയും റിവേഴ്സ് ഗിയർ ഇടാൻ ഈ ജീവിതത്തിന് കഴിയില്ല, പുറകോട്ട് ഈ വണ്ടി പോവുകയില്ല. നമ്മുടെ ജീവിതം വേഗം ഓടിത്തീരുകയാണ്. ഇതിൻ്റെ നടുവിൽ നിലനിൽക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, അത് കർത്താവിൻ്റെ വചനമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുന്നത് ഒരിക്കലും മുടക്കരുത്. അത് വളരെ അനുഗ്രഹമാണ്, അത് വളരെ സന്തോഷമാണ്. അല്പം ക്ഷമയോടെ അല്പസമയം നഷ്ടപ്പെട്ടാലും ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുന്നത് ദയവ് ചെയ്ത് മുടക്കരുതേ എന്ന് ഞാൻ നിങ്ങളോട് വളരെ വിനയത്തോടെ അപേക്ഷിക്കുകയാണ്. ഒരു ദിവസം നിങ്ങൾക്ക് ബോറായി തോന്നിയാലും അത് മുടക്കാതിരിക്കുന്നത് അനുഗ്രഹം. ലേഖനം 7-ാം അധ്യായം 25-ാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം. നിങ്ങൾ ഈ വചനം ധ്യാനിക്കാൻ ഏതായാലും ഞങ്ങളോട് സഹകരിക്കുന്നുണ്ടല്ലോ. വിശുദ്ധ ബൈബിൾ തുറക്കൂ. ബൈബിളിൻ്റെ പുതിയ നിയമത്തിലെ 228-ാമത്തെ പേജ് എടുക്കൂ. എബ്രായ ലേഖനം എന്നൊരു ലേഖനമുണ്ട്. സെയിൻറ്റ് പോൾ, അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എബ്രായ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി എഴുതിയ ആ വലിയ ലേഖനത്തിലെ 7-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിലേക്ക് നമുക്കൊരുമിച്ച് പോകാം. അതെ, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണെന്നാണല്ലോ വചനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ വചനം നമ്മുടെ കാലിന് പ്രകാശമാകട്ടെ. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കാലുകൾ വയ്ക്കുവാനുള്ള ഒരു ലൈറ്റ് ഈ വചനത്തോടെ നമുക്ക് ലഭിക്കട്ടെ. നമ്മുടെ നിത്യതയിലേക്കുള്ള യാത്രയ്ക്ക് ഈ വചനം ഒരു പ്രകാശമായി തീരട്ടെ. നിങ്ങൾ ബൈബിൾ എടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഒരു കടലാസ് ഉണ്ടെങ്കിൽ ഒരു പേന എടുത്തത് എഴുതുകയും ചെയ്യാം. വാക്യം ഇങ്ങനെയാണ്: അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ യേശു സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തൻ ആകുന്നു. ഞാൻ ഒരിക്കൽ കൂടെ വായിക്കുന്നു. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ യേശു സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. കർത്താവിൻ്റെ വചനം, കർത്താവിൻ്റെ കൃപ കൂടാതെ നമുക്ക് ഗ്രഹിക്കാൻ പറ്റില്ല. ആകയാൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള പിതാവേ, അങ്ങയുടെ നല്ല വചനത്തിനായിട്ട് നന്ദി. ഞങ്ങൾക്ക് ഈ വചനം കേൾക്കാനുള്ള ചെവിയും ബുദ്ധിയും തന്നതിന് നന്ദി. ഈ വചനം ഞങ്ങൾക്ക് വീട്ടിൽ കേൾക്കുവാൻ ഈ ടെലിവിഷനിലൂടെ ഇങ്ങനൊരു സൗകര്യം തന്നതിനായിട്ട് സ്തോത്രം. പിതാവേ, ഈ വചനം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണമേ. ഇതിലെ സത്യം ഗ്രഹിക്കുവാൻ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഈ ലേഖനത്തിലെ വിഷയം പാപിയായ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുവാൻ പുരോഹിതനായി വന്ന യേശു എന്നതാണ് വിഷയം. നമ്മളെല്ലാവരും പൗരോഹിത്യം വിശ്വസിക്കുന്നവരാണ്. എല്ലാ മതത്തിലും ഒരു പുരോഹിതൻ്റെ സാന്നിധ്യമുണ്ട്. അതിന് പേരുകൾ വ്യത്യാസം വരും. പൂജാരിയെന്നോ അച്ഛനെന്നോ പുരോഹിതനെന്നോ ഒക്കെ പല പേരുകൾ വിളിക്കുമായിരിക്കും. എല്ലാ മതങ്ങളിലും മനുഷ്യനെ ദൈവത്തോട് അടുക്കുന്ന ഒരു മീഡിയേറ്റർ, അതിനിടയ്ക്ക് നിൽക്കുന്ന ദൈവത്തിന് മനുഷ്യനും ഇടയിൽ നിൽക്കുന്ന ഒരു പ്രതിപുരുഷനുണ്ട്. അത് നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തെ ഓരോ മതങ്ങൾ ഓരോ പേര് വിളിക്കുന്നു. പുരോഹിതനെന്നോ മറ്റെന്തെങ്കിലുമോ വിളിക്കുന്നു.
എന്നാൽ ഒരു സന്തോഷ വാർത്ത പറയട്ടെ, യേശുക്രിസ്തു ഇവിടെ നമ്മുടെ പുരോഹിതനാണ്. ബൈബിളിൽ ഈ ലേഖനത്തിൽ തന്നെ ഇതിൻ്റെ 3-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. നമ്മുടെ കർത്താവായ യേശു മഹാപുരോഹിതനാണെന്ന് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. വീണ്ടും അതിന് 4-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടെ കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം അടുത്ത് ചെല്ലുക. അങ്ങനെ യേശു കർത്താവ് നമ്മുടെ പുരോഹിതൻ എന്ന വാർത്ത നിങ്ങളെ അറിയിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. യേശു നമ്മുടെ പുരോഹിതനാകുമ്പോൾ നമുക്ക് എന്താണ് പ്രയോജനം? യേശു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. ദൈവത്തിൻ്റെ അടുക്കൽ നിന്നും മനുഷ്യാവതാരം എടുത്ത് ഭൂമിയിൽ വന്ന മനുഷ്യപുത്രനായ ദൈവപുത്രൻ നമ്മുടെ പുരോഹിതനാകുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. അവൻ സർവശക്തിയുള്ള ദൈവമായിരിക്കുമ്പോൾ തന്നെ അവൻ നമ്മുടെ പുരോഹിതനാണ്. അവൻ നമ്മുടെ പുരോഹിതൻ എന്ന് പറഞ്ഞാൽ അവൻ നമുക്ക് വേണ്ടി പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ മധ്യസ്ഥനായിട്ട് നിൽക്കുന്നു. ബൈബിൾ ഇങ്ങനെ പറയുന്നു: ദൈവത്തിനും മനുഷ്യനും ഇടയിൽ മധ്യസ്ഥൻ ഒരുവൻ. അത് മനുഷ്യനായി തീർന്ന് മനുഷ്യൻ്റെ പാപങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്ന യേശു ക്രിസ്തു തന്നെ. ഈ സത്യങ്ങൾ നാം അവഗണിക്കരുത്, നാം അറിയാതിരിക്കരുത്, ശ്രദ്ധിക്കാതിരിക്കരുത്. ദൈവത്തിനും മനുഷ്യനും ഇടയിൽ മധ്യസ്ഥൻ ഒരുവൻ. ആരാണ് മധ്യസ്ഥൻ? മനുഷ്യനായി തീർന്നവനും മനുഷ്യൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്നവനുമായ ക്രിസ്തുയേശു മാത്രമാണ് മധ്യസ്ഥൻ. ഈ വചനം പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കുറ്റബോധം തോന്നുന്നുണ്ടോ? മധ്യസ്ഥന്മാരെ കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ ഈ വചനം എന്ന വെളിച്ചം വരുമ്പോൾ തിരുത്തപ്പെടും. ആരെയും ഞങ്ങൾ കുറ്റം പറയുകയില്ല, പക്ഷെ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുക തന്നെ ചെയ്യും. യേശു ക്രിസ്തു എന്ന ഏക മധ്യസ്ഥനാണ് ഇന്ന് നമുക്ക് ഉള്ളത്. യേശു നമ്മുടെ പുരോഹിതൻ. ഈ വചനത്തിൽ നമുക്ക് വീണ്ടും ശ്രദ്ധിക്കാം. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ യേശു സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. അതായത് യേശു ക്രിസ്തു ഇപ്പോൾ എവിടെയാണ്? യേശു ക്രിസ്തു ഇപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്താണ്. യേശുക്രിസ്തു ഇപ്പോൾ അവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? യേശുക്രിസ്തു മുഖാന്തരം പാപമോചനം പ്രാപിച്ച് ദൈവത്തിങ്കിലേക്ക് അടുത്തു വരുന്നവർക്ക് വേണ്ടി യേശു തമ്പുരാൻ പിതാവിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥനായിരിക്കുകയാണ്, പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്നതിനാൽ അങ്ങനെയുള്ളവരെ, അതായത് അങ്ങനെ വിശ്വസിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ യേശു പ്രാപ്തനാണ്. പ്രിയപ്പെട്ടവരെ, വളരെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ചില നല്ല സത്യങ്ങളും ആശ്വാസ സന്ദേശങ്ങളും നമുക്ക് ഇതിനകത്ത് ഗ്രഹിക്കാൻ പറ്റും. ദൈവം നമുക്ക് തന്ന കഴിവുകൾ, നമ്മുടെ ആ ശ്രദ്ധിക്കാനുള്ള ആ കഴിവ് ഉപയോഗിച്ച് നമുക്ക് ദൈവത്തിൻ്റെ സത്യം ശ്രദ്ധിക്കാൻ ഒന്ന് ഉത്സാഹിക്കാം. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്ന സത്യം ഇന്നലെ നാം ചിന്തിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ സന്ദേശം നാം ചിന്തിച്ചതാണ്. വിവിധ സുവിശേഷ യോഗങ്ങളിൽ വെച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ച് നിങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ടെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് നമുക്ക് പകരമായി ക്രൂശിൽ മരിച്ച യേശുവിനെ നാം പരിചയപ്പെട്ടു. എന്നാൽ യേശു മരിക്കുന്നതോടുകൂടി ആ കഥ തീരുകയല്ല, ആ കഥ മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങുകയാണ്. യേശു ഉയർത്തെഴുന്നേറ്റു. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് വിശ്വസിക്കാൻ പറ്റുമോ? യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് വിശ്വസിക്കാൻ സാധിക്കും. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ ക്രിസ്തു മാർഗം ഇന്ന് ഭൂമിയിൽ ഉണ്ടാകുകയില്ല. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഈ മാർഗത്തിന് വേണ്ടി ആരും മരിക്കാൻ ഒരുങ്ങുകയില്ല. ക്രിസ്തു മാർഗത്തിന് വേണ്ടി ആരും ആരെയും തല്ലിയിട്ടില്ല, കൊന്നിട്ടില്ല, ഉപദ്രവിച്ചിട്ടില്ല, ആരെയും പീഡിപ്പിച്ചിട്ടില്ല. ഞങ്ങൾ പീഡനം ഏറ്റുവാങ്ങിയിട്ടേ ഉള്ളൂ. യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരിൽ എല്ലാവരും തന്നെ രക്തസാക്ഷി മരണം വരിച്ചു എന്ന് പറഞ്ഞാൽ ചരിത്രം അറിയാവുന്നവരാരും നിഷേധിക്കുകയില്ല. പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനം എഴുതിയ ദൈവദാസൻ പോലും തൻ്റെ ശുശ്രൂഷയുടെ ഒടുവിലെ കാലത്ത് റോമൻ ഗവൺമെൻറ്റിൻ്റെ മതപീഡനത്തിന് ഇരയായി രക്തസാക്ഷിയായി രക്തമൊഴുക്കി മരിച്ചവനാണ്. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചെങ്കിൽ പത്രോസ്ലീഹായും ക്രൂശിൽ മരിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു. അങ്ങനെ ഇങ്ങോട്ട് പോന്നാൽ സകല ക്രിസ്തീയ ഭക്തന്മാരും അതികഠിനമായ പീഡനങ്ങളിലൂടെ കടന്നുപോയി. ഇങ്ങനെയൊക്കെ ചെയ്യുവാൻ അവരെ പ്രേരിപ്പിച്ചത് എന്തോ ഒരു പ്രതീക്ഷ കൊണ്ടാണ്. ഒരൊറ്റ ക്രിസ്ത്യൻ മിഷണറി പോലും ആരെയും കാരാട്ടെ പഠിപ്പിച്ചിട്ടില്ല,
ആരെയും അടിക്കാനോ ഇടിക്കാനോ തടയാനോ പോലും പഠിപ്പിച്ചിട്ടില്ല. ക്രിസ്തുവിന് വേണ്ടി മരിക്കുന്നവർക്ക് സന്തോഷമായിരുന്നു. ഇതിന് പിന്നിലെ രഹസ്യം എന്താണെന്നറിയാമോ? ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. ക്രിസ്തുവിനെ അതിക്രൂരമായി അടിച്ച് തല്ലി ചതച്ച് കുരിശിൽ തൂക്കുന്നത് ലോകം കണ്ടതാണ്. അവൻ്റെ അടിമ ശിഷ്യന്മാരായ പത്രോസും കൂട്ടരും പേടിച്ചൊരു മുറിക്കകത്ത് കതകടച്ചിരിക്കുമ്പോൾ മരിച്ചുപോയ യേശു ആ മുറിക്കകത്ത് വന്ന് നിൽക്കുകയാണ്. മുറിക്കകത്ത് വന്ന് നിന്നിട്ട് ക്രൂശിൽ തറച്ച് ആ ആണിപ്പഴുതുള്ള കൈകൾ ആ ശിഷ്യന്മാരെ കാണിച്ചുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കൂ എന്ന് പറഞ്ഞ് അവരുടെ അടുക്കലൂടെ അവൻ ചെന്നിട്ട് യേശു പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി ഈ സുവിശേഷം പ്രസംഗിക്കണം. നമുക്കറിയാം, അത് നേരിട്ട് കണ്ടവർക്ക് മരണഭയം മാറിപ്പോയി. അത് നേരിട്ട് കണ്ടവർക്ക് ക്രൂശ് മരണം ഇത്ര ഉള്ളല്ലോ. ഇത്ര ക്രൂരമായ പീഡനം നടത്തിയിട്ടും ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിനാൽ മരിക്കാൻ ക്രിസ്തീയ മിഷണറിമാർക്ക് ഭയമില്ലാതെയായി തീർന്നു. അതേ, ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് സത്യമാണ്. ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് യാഥാർത്ഥ്യമാണ്. ഇന്നും ലോക ചരിത്രത്തിൽ യേശുവിൻ്റെ ശവക്കല്ലറ പലസ്തീൻ നാട്ടിൽ തുറന്നു കിടപ്പുണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഹീ ഈസ് നോട്ട് ഹിയർ, ഹീ ഈസ് റിസൺ. അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതെ, ഇന്ന് രാവിലെ ഈ ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് പറയുമ്പോൾ വളരെ സന്തോഷത്തോടും വളരെ പ്രത്യാശയോടും കൂടി ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മരണത്തെ ജയിച്ചവനായി അവൻ ഇന്ന് ജീവിക്കുന്നു. അവൻ എവിടെ ജീവിക്കുന്നു? അവൻ സ്വർഗത്തിൽ ജീവിക്കുന്നു. അവൻ എന്ത് ചെയ്യുന്നു? അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ആർക്ക് വേണ്ടി? ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം എൻ്റെ പാപത്തിന് വേണ്ടിയാണെന്ന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അവനിപ്പോൾ പക്ഷപാതം ചെയ്യുകയാണ്. അവനിപ്പോൾ പക്ഷപാതം ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? പ്രിയപ്പെട്ടവരെ, പലരും എന്നോട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, പാസ്റ്ററെ, നിങ്ങൾ പറയുന്നു യേശുക്രിസ്തുവിനെ വിശ്വസിക്കൂ, രക്ഷിക്കപ്പെടൂ, യേശുക്രിസ്തുവിനെ വിശ്വസിക്കൂ, പാപമോചനം പ്രാപിക്കൂ എന്ന് നിങ്ങൾ പറയുന്നു. ഞങ്ങൾ വിശ്വസിക്കാം, പക്ഷേ അത് കഴിഞ്ഞ് ഈ ഭൂമിയിൽ ഞങ്ങൾ ജീവിക്കണ്ടേ? പാപവും രോഗവും ചതിയും നുണയും ഒക്കെയുള്ള ഈ ലോകത്തിൽ ഞങ്ങൾ പിന്നെ എങ്ങനെ ജീവിക്കുക? നിങ്ങൾ ഈ പറയുന്ന പോലെയൊക്കെ ബൈബിൾ മാത്രം നോക്കി ജീവിക്കാൻ ഞങ്ങൾക്ക് പറ്റുമോ? ഞങ്ങൾ ബിസിനസ്സുകാരാണ്, ഞങ്ങൾ തൊഴിലാളികളാണ്, അല്പം നുണയൊക്കെ പറയാതെ ജീവിക്കാൻ പറ്റുമോ? ഈ ലോകത്തിൽ നിങ്ങൾ ഈ പറയുന്ന പ്രമാണം പാലിക്കാൻ ബുദ്ധിമുട്ടല്ലേ എന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്കൊരു ഉറപ്പ് തരാം. നിങ്ങളെ സൈക്കിളെ കയറാൻ പഠിപ്പിക്കുന്ന പോലെയോ സർക്കസ് പഠിപ്പിക്കുന്ന പോലെയോ മരത്തെ കയറാൻ പഠിപ്പിക്കുന്ന പോലെയോ ഒരു അഭ്യാസമല്ല ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതം ഒരു സമർപ്പണമാണ്. ഒരു സർക്കസ് പഠിക്കുന്ന പോലെയോ ഒരു അഭ്യാസം പഠിക്കുന്ന പോലെയോ ഒരു കഠിനമായ ട്രെയിനിങ്ങിന് നിങ്ങളെ പ്രേരിപ്പിക്കുകയല്ല. പ്രത്യുത നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിനായിട്ട് സമർപ്പിക്കുമ്പോൾ നിങ്ങളല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് ജീവിക്കുന്നത്. അതായത് നിങ്ങൾ പാപത്തിൽ നിന്ന് സ്വതന്ത്രനാകുന്നു. അതായത് യേശു കർത്താവ് നിങ്ങളെ കരങ്ങളിൽ താങ്ങുന്നു. നിങ്ങൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള ആ മേഖലകളിലൂടെ അവൻ നിങ്ങളെ നടത്തുമെന്നാണ് അതിൻ്റെ അർത്ഥം. അനുഭവിക്കുന്നവരോട് ചോദിച്ചു നോക്കൂ, ഈ ഭൂമി മാറിയിട്ടില്ല, ഈ നാട്ടിലെ മനുഷ്യർക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല. പക്ഷെ എനിക്ക് മാറ്റം വന്നപ്പോൾ എൻ്റെ ജീവിത ശൈലിയോട് ബന്ധപ്പെടുന്ന, എൻ്റെ ജീവിത സാഹചര്യങ്ങളോട് അടുക്കുന്ന സകല മനുഷ്യരെയും കർത്താവ് മാറ്റം വരുത്തി കളഞ്ഞു. ആ സാഹചര്യങ്ങളെ അതിജീവിച്ചു പോകാൻ എനിക്ക് ദൈവം കൃപ തരുന്നു. ഇത് സകല ക്രിസ്തു ഭക്തൻ്റെ സാക്ഷ്യമാണ്. ഇവിടെയാണ് മർമ്മം വെളിപ്പെടുന്നത്. ക്രിസ്തുവിൻ്റെ മരണത്താൽ ഞാൻ പാപമോചനം പ്രാപിക്കുന്നതോടുകൂടെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവുമായി ഞാൻ ബന്ധത്തിലാകുന്നു. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു അപ്പോൾ മുതൽ എൻ്റെ അഡ്വക്കറ്റായിട്ട് സ്വർഗത്തിലിരിക്കുന്നു. ഞാൻ വായിച്ച് കേൾപ്പിക്കാം. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. നിങ്ങളിൽ ഒരുവൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ, ഇംഗ്ലീഷിൽ അഡ്വക്കേറ്റ്, നിങ്ങൾക്ക് പിതാവിൻ്റെ സന്നിധിയിലുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവന് വേണ്ടി ഉയർത്തെഴുന്നേറ്റ കർത്താവ് സ്വർഗത്തിൽ ഒരു വക്കീലിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നു. നിങ്ങൾ ഈ സത്യം കേട്ടിട്ടുണ്ടോ? അതെ, ഇന്ന് രാവിലെ അത് വിശ്വസിക്കുക. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു എന്ത് ചെയ്യുന്നു? ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു രക്ഷിക്കപ്പെട്ട സകല വിശുദ്ധന്മാർക്കും വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ പക്ഷവാദം ചെയ്യുന്നു. അവൻ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, അവൻ നമ്മളെ സൂക്ഷിക്കുന്നു,
അവൻ നമ്മളെ പരിപാലിക്കുന്നു, അവൻ നമ്മളെ വീഴാതവണ്ണം സൂക്ഷിക്കുന്നു. യൂദായുടെ ലേഖനം ഒടുവിലത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, വീഴാതവണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ കഴിവുള്ള ദൈവം. അതെ, നമ്മൾ തന്നെത്താൻ നടക്കുകയല്ല, നമ്മളെ അവൻ നടത്തുകയാണ്. നമ്മൾ തന്നെ ജീവിക്കുകയല്ല, അവൻ നമ്മെ ജീവിപ്പിക്കുകയാണ്. നമ്മളെ വീഴാതവണ്ണം സൂക്ഷിച്ച് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കളങ്കമില്ലാതെ നമ്മെ സൂക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് ദൈവത്തിൻ്റെ വചനത്തിന് സത്യം പറയാൻ പിന്നെയും താല്പര്യപ്പെടുകയാണ്. അതുകൊണ്ട് താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ യേശു സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാണ്. യേശു ക്രിസ്തു പ്രാപ്തനാണ്. നിങ്ങളെ രക്ഷിക്കാൻ അവൻ പ്രാപ്തനാണ്. നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വചനം വിശ്വസിച്ച് രക്ഷ പ്രാപിച്ചെങ്കിൽ ഈ രാവിലെ ഞാൻ നിങ്ങളോടൊരു സത്യം പറയട്ടെ, നിങ്ങളെ അവൻ ഇടയ്ക്ക് വെച്ച് ഇട്ടിട്ട് പോകത്തില്ല. പൂർണ്ണമായി രക്ഷിപ്പാൻ. എന്താണ് പൂർണ്ണമായ രക്ഷ? ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതോടുകൂടെ നമ്മുടെ ആത്മാവിന് രക്ഷ കിട്ടുന്നു, നമ്മുടെ പാപത്തിന് പരിഹാരം വരുന്നു, കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരു ഉറപ്പ് കിട്ടുന്നു. രക്ഷ എന്ന സന്തോഷം, രക്ഷയുടെ ഉറപ്പ്, പാപമോചനത്തിൻ്റെ ധൈര്യം, ദൈവത്തോട് നിരപ്പ്, ദൈവത്തോട് സമാധാനം, ഇതൊക്കെയും നമുക്ക് കിട്ടുകയും നാം ദൈവമക്കളാണ് എന്ന സന്തോഷത്തിലേക്ക് നാം വരികയും ചെയ്യുന്നു. എന്നാൽ നമ്മുടെ ശരീരത്തിന് മാറ്റം വന്നിട്ടില്ല. ഈ ശരീരത്തിൽ പിന്നെയും വേദനകളുണ്ട്, രോഗങ്ങളുണ്ട്. നാം കർത്താവിന് പ്രാർത്ഥിക്കും, അവൻ സൗഖ്യമാക്കും. നാം പിന്നെയും കഷ്ടത നിറഞ്ഞ വിയർക്കുന്ന ഭാരങ്ങളുള്ള ഈ ഭൂമിയിലാണ് ജീവിക്കുന്നത്. ഇതിനൊരു മാറ്റം വരുന്നതിനെക്കുറിച്ചാണ് ഈ വചനത്തിൽ പറഞ്ഞത് പൂർണ്ണമായ രക്ഷ എന്ന്. അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാണ്. അപ്പോൾ ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള സന്ദേശം, നിങ്ങളോട് സുവിശേഷം പറയുന്ന ഞാനോ മറ്റേതെങ്കിലും പാസ്റ്റർമാരോ നിങ്ങളെ അവസാനത്തോളം സൂക്ഷിക്കുകയില്ല, രക്ഷിക്കുകയില്ല. എന്നാൽ നിങ്ങൾ ഹൃദയത്തിൽ സ്വീകരിച്ച ആ യേശു, നിങ്ങൾ വിശ്വസിച്ച ആ യേശു, നിങ്ങൾക്ക് വേണ്ടി മരിച്ച ആ യേശു, നിങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുത്ത ആ യേശു, നിങ്ങളുടെ രോഗങ്ങൾ ഏറ്റെടുത്ത ആ യേശു, നിങ്ങൾക്ക് വേണ്ടി നഗ്നനായി, നിന്ദിതനായി, അപമാനിതനായി ക്രൂശിൽ മരിച്ച ആ ദൈവപുത്രൻ നിങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് ഇപ്പോൾ ജീവിക്കുന്നുണ്ട്. നിങ്ങൾ യേശുവിൽ വിശ്വസിച്ചെങ്കിൽ, യേശുവിൻ്റെ ക്രൂശ് മരണം എനിക്ക് വേണ്ടിയാണെന്നും അതെനിക്ക് പകരമാണെന്നും നിങ്ങൾ അംഗീകരിച്ചെങ്കിൽ, നിങ്ങളും അവനുമായി ഒരു ബന്ധമായി കഴിഞ്ഞു. നിങ്ങളെ അവസാനത്തോളം സൂക്ഷിക്കുവാൻ, വീഴാതെ സൂക്ഷിക്കാൻ, പിശാചിന്റെ കയ്യിൽ അകപ്പെടാതെ സൂക്ഷിക്കാൻ, ദുഷ്ടന്റെ ചതിയിൽ വീഴാതെ സൂക്ഷിക്കാൻ, പാപത്തിൽ വീഴാതെ സൂക്ഷിക്കുവാൻ യേശു ശക്തനാണ്. യേശു ശക്തനാണ്. യേശു ശക്തനാണ്. നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ ഓർക്കണം, ഈ ഭൂമിയിൽ ആർക്കും അവൻ്റെ കയ്യിൽ നിങ്ങളെ പിടിച്ചു പറിക്കാൻ കഴിയുകയില്ല. കർത്താവായ യേശു യോഹന്നാന്റെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. അതെ, കർത്താവായ യേശുവിൻ്റെ കയ്യിൽ നിങ്ങൾ സുരക്ഷിതരാണ്. യേശുവിൽ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ അവൻ്റെ പ്രായശ്ചിത്ത മരണത്തെയും അവൻ്റെ ക്രൂശിലെ യാഗത്തെയും നിങ്ങൾ വിശ്വസിക്കുന്നതോടുകൂടെ നിങ്ങൾ കർത്താവിൻ്റെ കയ്യിൽ സുരക്ഷിതരാകുകയാണ്. താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർ പക്ഷപാതം ചെയ്യുവാൻ യേശു സദാ ജീവിക്കുന്നത് കൊണ്ട് അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള സന്ദേശത്തിൻ്റെ ആ പ്രധാന ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുപോവുകയാണ്. യേശു പ്രാപ്തനാണ്. യേശു മരിച്ചുപോയ ഒരു ദൈവമല്ല, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. അവൻ്റെ കാൽവറിയിലെ യാഗമരണം വിശ്വസിക്കുന്നവരെ അന്ത്യത്തോളം സൂക്ഷിക്കുവാൻ, പാപത്തിൽ വീഴാതെ സൂക്ഷിക്കുവാൻ, ശത്രുവിൻ്റെ കയ്യിൽ വീഴാതെ സൂക്ഷിക്കുവാൻ യേശു പ്രാപ്തനാണ്. നിങ്ങളുടെ ഭർത്താവ് പ്രാപ്തനല്ല, നിങ്ങളുടെ അപ്പൻ പ്രാപ്തനല്ല, നിങ്ങളുടെ വീട്ടുകാർ പ്രാപ്തരല്ല. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച യേശു നിങ്ങളെ അവസാനത്തോളം സൂക്ഷിക്കാൻ അവൻ പ്രാപ്തനാണ്. മരണക്കിടക്കയിലും ഭയപ്പെടേണ്ട എന്ന് പറയുവാൻ യേശു പ്രാപ്തനാണ്. ഇന്നോ ഇതിനു മുൻപോ ഇതിനു ശേഷമോ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചുപോയവരായ യാതൊരു മനുഷ്യരോ
വിശുദ്ധന്മാരെന്ന് പേരുള്ളവരോ നമ്മെ രക്ഷിക്കുകയില്ല. അവരാരും നമ്മുടെ മധ്യസ്ഥന്മാരാകാനും ദൈവം ഉദ്ദേശിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. അവൻ്റെ മധ്യസ്ഥത നമുക്ക് ധാരാളം മതി. യേശു എന്ന പുരോഹിതൻ ഇന്ന് രാവിലെ നമുക്ക് വേണ്ടി ജീവിക്കുന്നു. യേശു എന്ന പുരോഹിതൻ അതെ നമുക്ക് വേണ്ടി ഇപ്പോൾ ജീവിക്കുന്നു. അവൻ പിതാവിൻ്റെ സ്ഥലം പക്ഷപാതം ചെയ്യുന്നു. നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവായ യേശു എനിക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന വാ കൊണ്ട് പറയൂ. നിങ്ങളുടെ വേദനയുടെ നടുവിൽ പറയൂ, യേശു എനിക്ക് വേണ്ടി ജീവിക്കുന്നു. നിങ്ങളുടെ ഭയപ്പെടുത്തുന്ന ആ വിഷയത്തിൻ്റെ നടുവിൽ പറ, ഉയർത്തെഴുന്നേറ്റ യേശു എനിക്ക് വേണ്ടി ജീവിക്കുന്നു. കടഭാരത്താൽ ഞെരുങ്ങുന്ന നിങ്ങൾ ഇങ്ങനെ പറ, ഉയർത്തെഴുന്നേറ്റ യേശു എനിക്ക് വേണ്ടി ജീവിക്കുന്നു. കുഞ്ഞുങ്ങളെക്കുറിച്ച് ദുഃഖിക്കുന്ന മാതാവേ നിങ്ങൾ ഇങ്ങനെ പറ, ഉയർത്തെഴുന്നേറ്റ യേശു എൻ്റെ സകല പ്രശ്നത്തിൽ നിന്നും എന്നെ വെടിവിപ്പാൻ പ്രാപ്തനാണ്. മദ്യപിക്കുന്ന ഭർത്താവിനെ ചൊല്ലി കരയുന്ന സ്ത്രീ ഇങ്ങനെ പറയട്ടെ, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചവനും ഉയർത്തെഴുന്നേറ്റ് എനിക്ക് വേണ്ടി ഇപ്പോൾ ജീവിക്കുന്നവനുമായ യേശു എന്നെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനാണ്. പരീക്ഷയെക്കുറിച്ച് ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന, എക്സാമിനേഷനെക്കുറിച്ച് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഇങ്ങനെ പറയട്ടെ, യേശു ക്രിസ്തു പ്രാപ്തനാണ്. എന്നെ ഈ എക്സാമിനേഷനിൽ സഹായിക്കാൻ പ്രാപ്തനാണ്. എന്നെ ഈ കടഭാരത്തിൽ സഹായിക്കാൻ പ്രാപ്തനാണ്. എന്നെ ഈ പരാജയത്തിൽ വിടുവിക്കാൻ പ്രാപ്തനാണ്. ഈ അപമാന ഭയത്തിൽ നിന്ന് വിടുവിപ്പാൻ പ്രാപ്തനാണ്. ഈ അപവാദത്തിൽ നിന്ന് വിടുവിപ്പാൻ പ്രാപ്തനാണ്. വചനം ഒന്നുകൂടെ നോക്കാം. അതുകൊണ്ട് താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ യേശു സദാ ജീവിക്കുന്നത് കൊണ്ട് അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തൻ തന്നെ. യേശു ക്രിസ്തു പ്രാപ്തൻ. ഇത് നമ്മുടെ വാഗോണ്ട് ഏറ്റു പറയുകയും നമുക്കത് ബോധ്യപ്പെടുകയും വിശ്വസിക്കുകയും ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യരെല്ലാം വളരെ പ്രശ്നങ്ങളുള്ളവരാണ്. ഞങ്ങൾ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദിനംതോറും ധാരാളം പ്രാർത്ഥന അപേക്ഷകൾ ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. ടെലിഫോണിലൂടെയൊക്കെ ധാരാളം പേര് വെളിപ്പെടുത്താതെ വിളിച്ച് പറയുന്നുണ്ട്. അവർക്കൊക്കെ പ്രാർത്ഥിച്ച ശേഷം അവർ മറുപടി കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, യേശു പ്രാപ്തനാണ്. ഇത് നിങ്ങളോടൊരു കഥ പറയുകയല്ല, ഇതൊരു പ്രസംഗം പറയുകയല്ല. യേശു പ്രാപ്തൻ തന്നെ. ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങളെ വിടുവിക്കാൻ അവൻ പ്രാപ്തനാണ്. സൗഖ്യമാക്കാൻ അവൻ പ്രാപ്തനാണ്. പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തൻ എന്ന് പറഞ്ഞാൽ യേശുവിൽ കൂടിയുള്ള രക്ഷ പൂർണ്ണമാണ്. അത് ഭാഗികമല്ല, അത് പണിതീരാത്തൊരു കാര്യമല്ല, അത് പൂർത്തീകരിച്ച ഒരു അനുഭവമാണ്. അത് നിങ്ങൾ ഏതിനാൽ ഭാരപ്പെടുന്നുവോ അതിലേക്ക് കർത്താവിൻ്റെ കൈ ഇപ്പോൾ നീട്ടപ്പെടുകയാണ്. പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, എൻ്റെ വചനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശുവിൽ കൂടെ ദൈവത്തിലേക്ക് തിരിയുന്നവരെ അവരുടെ എല്ലാ വിഷയത്തിൽ നിന്നും പൂർണ്ണമായി രക്ഷിപ്പാൻ, പൂർണ്ണമായി സൗഖ്യമാക്കാൻ, പൂർണ്ണമായി ഉദ്ധരിപ്പാൻ യേശു കർത്താവ് പ്രാപ്തൻ തന്നെ. അതേ കർത്താവേ, അങ്ങ് ഇപ്പോഴും പ്രാപ്തനാണ്. ഇന്നലെ പ്രാപ്തനായിരുന്നു, നാളെയോ അവൻ പ്രാപ്തനാണ്, ഇപ്പോൾ അങ്ങ് പ്രാപ്തനാണ്. ഈ വചനം കേൾക്കുന്നവർക്ക് അത് ബോധ്യമാകുന്നതിനാൽ സ്തോത്രം. അവരുടെ വിഷയത്തിന്മേൽ ഇന്ന് തന്നെ ഒരു വിടുതൽ നൽകിയതിനായിട്ട് സ്തോത്രം. വളരെ ഭാരപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്മേൽ കർത്താവെ, അങ്ങയുടെ അതിശയത്തിൻ്റെ കരം നീട്ടുന്നതിനാൽ സ്തോത്രം. ഈ ആഴ്ചയിൽ തന്നെ കർത്താവ് പ്രാപ്തൻ, പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനെന്ന് സാക്ഷ്യം പറയാനിടയാക്കണമേ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. നിങ്ങൾ വളരെ നന്നായി ദൈവവചനം ശ്രദ്ധിച്ചതിന് വളരെ നന്ദിയുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയങ്ങൾ മനസ്സ് തുറന്ന് പറയുവാൻ ആഗ്രഹമുണ്ടോ എങ്കിൽ കത്ത് മുഖേനയോ ടെലിഫോണിലോ ബന്ധപ്പെട്ടാൽ അവസരമുണ്ടാക്കാം. തികച്ചും രഹസ്യമായി സൂക്ഷിക്കാം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മോചനം കിട്ടിയ അനേക ആളുകളുണ്ട്. നിങ്ങളുടെ മോചനം ഉറപ്പാണ്. യേശു ക്രിസ്തു നിങ്ങളെ സഹായിക്കാൻ പ്രാപ്തനാണ്. നിങ്ങൾക്ക് വചനം കൂടുതൽ പഠിക്കാൻ താല്പര്യമുണ്ടോ? അവസരമുണ്ടാക്കാം. നിശ്ചയമായിട്ടും കർത്താവ് നിങ്ങളെ സഹായിക്കും. ബന്ധപ്പെടുവാനുള്ള വിലാസം: പാസ്റ്റർ ബാബു ചെറിയാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 6, പിറവം, എറണാകുളം ഡിസ്ട്രിക്റ്റ്. ടെലിഫോൺ നമ്പർ 0485 224 35 15. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.